ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹൈദരലിയും ഗുണ്ടകളെയും ഭയന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ് രാധയും കൃഷ്ണനും. ഒരു സ്ഥലത്ത് നിന്നിട്ട് രാധയോട് കുറേ പ്രാവശ്യം ആവർത്തിച്ച് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ഇതാരാ നിന്റെ പിറകെ വരുന്നത്, ഇതിന് പിന്നിൽ ആരാണ്, ഇതിന് മാത്രം എന്താണ് നിന്റെ ശത്രുക്കൾ എന്നൊക്കെ. എന്നാൽ എത്ര ചോദിച്ചിട്ടും രാധ അങ്ങോട്ട് പറയുന്നില്ല. രാധയാണെങ്കിൽ ആകെ ഭയത്തോടെയും പേടിയോടെയും ഒക്കെ നിൽക്കുകയാണ്. ഇനി അഥവാ കൃഷ്ണൻ അറിഞ്ഞാൽ തന്നെ കൃഷ്ണൻ ആപത്ത് സംഭവിക്കുമെന്ന് ഭയന്നിട്ടാണ് രാധ അത് കൃഷ്ണനോട് പറയാത്തത്. ഇതേ സമയം ഹൈദരലിയുടെ ഒരു ഗുണ്ട അതുവഴി വരുന്നുണ്ട്. ഇവരെ കാണുകയും ചെയ്യുന്നു. അയാളുടെ കയ്യിലിരുന്ന കത്തി എടുത്ത് വെക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണനും രാധയും അയാളെ കാണുന്നില്ല. അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് അയാൾ. കൃഷ്ണൻ അയാളെ കണ്ടു. പെട്ടെന്ന് കൃഷ്ണനെ തള്ളി മാറ്റിയിട്ട് രാധയും അപ്പുറത്തേക്ക് മാറി. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് മാറുന്നു. ദേഷ്യത്തോടെ രാധ തൻ്റെ ഷാൾ അരയിൽ മുറുക്കി കുത്തി. പിന്നെയും അയാൾ കത്തി ഓങ്ങിയപ്പോൾ രാധ അതിനെ തടയുന്നുണ്ട്. കൃഷ്ണൻ ചാടി വന്ന് അയാളെ അടിച്ചൊതുക്കി. അയാളുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു. ഈ സമയം ഹൈദരലിയും മറ്റു ഗുണ്ടയും ഇവരെ കാണുന്നു. അവരെല്ലാവരും കൂടി കൃഷ്ണന്റെയും രാധയുടെയും നേർക്ക് പാഞ്ഞെടുത്തു. രാധയും പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ് കൃഷ്ണൻ. ഹൈദരലി അവർക്ക് നേരെ തോക്ക് ചൂണ്ടെങ്കിലും രാധയും കൃഷ്ണനും രക്ഷപ്പെട്ടു പോകുന്നു. താഴെ വീണ് കിടക്കുന്ന അക്ബർ എന്ന ആളെ ഹൈദരലി വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളുടെ ബോധം പോയി. ശേഷം അയാളെ അവിടെ ഇട്ടതിന് ശേഷം ഹൈദരലിയും ടീമും അവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. ഇതേ സമയം കൃഷ്ണന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നു. ആരതിയും രുക്മിണിയും കൂടി എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. അതിനിടയിൽ ആരതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ അവിടെ ഇരുന്നോളൂ, ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുത്തോളാമെന്ന്. അത് സാരമില്ല, നമുക്ക് ഒരുമിച്ചിരിക്കാമെന്ന് രുക്മിണി പറയുന്നു. ഞങ്ങൾ രണ്ടുപേരിലെ വിളമ്പാൻ, അമ്മ ഇരിക്കേ എന്ന് ആരതി വീണ്ടും പറയുന്നുണ്ട്. ആരതിയും കൂടി അമ്മയെ അവിടെ ഇരുത്താൻ ശ്രമിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ അച്ചൂട്ടൻ അമ്മയെ തിരക്കുന്നു. അമ്മ എന്താ വരാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രസാദിനെയും അഞ്ജലിമോളെയും കാണാത്തതിൽ അവന് വല്ലാത്ത വിഷമമുണ്ടെന്ന് ചന്ദ്രൻ പറയുന്നു. പല തവണ അവരെ വിളിച്ചതാ, എടുക്കുന്നില്ലെന്ന് മുരളിയും പറയുന്നുണ്ട്. ബിസിനസ്സുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഇല്ലായിരുന്നോ, അത് കഴിയുമ്പോൾ സമയം ഒരുപാടാകും, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിക്കാമെന്ന് പുഷ്പൻ ചേട്ടനും പറയുന്നുണ്ട്. ഇതിനിടയിൽ സാമ്പാർ കഴിച്ചിട്ട് ഹരി പറയുന്നു, ഉഗ്രൻ സാമ്പാർ ഏട്ടത്തിയെന്ന്. എല്ലാവരും ഒരു ഞെട്ടലോടെ നോക്കുന്നുണ്ട്. ഏട്ടത്തിയോ എന്ന് ചന്ദ്രൻ ചോദിക്കുന്നു. സാധാരണ ഏട്ടന്മാരുടെ ഭാര്യമാരെയല്ലേ ഏട്ടത്തി എന്ന് വിളിക്കുന്നത് എന്ന് ചന്ദ്രൻ പറയുന്നു. ഇത് കേട്ട് രുക്മിണിയും പറയുന്നു, അതെ, പ്രസാദിന്റെയോ മുരളിയുടെയോ ഭാര്യയാണ് ഹരി ഏട്ടത്തി എന്ന് വിളിക്കേണ്ടത്. നീ എന്തിനാടാ ഈ കുട്ടിയെ ഏട്ടത്തി എന്ന് വിളിച്ചത് എന്ന് ചന്ദ്രനും ചോദിക്കുന്നു. എന്നാൽ ഹരി മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. വീണ്ടും ചന്ദ്രൻ ചോദിക്കുന്നു, എടാ നിന്നോടാ ചോദിച്ചത്, നീ എന്തിനാ ഈ കുട്ടിയെ ഏട്ടത്തി എന്ന് വിളിച്ചതെന്ന്. ഹരി പറയുന്നു, ഒന്നും അറിയാത്തതുപോലെ. ഹരി എങ്ങനെയെങ്കിലും ആ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല ഏട്ടാ, ഒന്നും അറിയാത്തതുപോലെ എന്നൊക്കെ ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, അതെ, ഒന്നും അറിയാത്തതുപോലെ. എന്നാൽ മുരളിക്ക് എന്ത് പറയണോന്നറിയില്ല. ഹരി അങ്ങനെ പറഞ്ഞതുകൊണ്ട് വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും പരസ്പരം നോക്കുന്നു. കാര്യം പറ ഹരി, നീ എന്തിനാ ആരതി ഏട്ടത്തി എന്ന് വിളിച്ചത് എന്ന് രുക്മിണി ചോദിക്കുന്നുണ്ട്. അഞ്ജലി ഏട്ടത്തിയാണല്ലോ, അപ്പൊ പിന്നെ ആരതിയും ഏട്ടത്തി ആവുമല്ലോ എന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട്. എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചന്ദ്രൻ ചോദിച്ചപ്പോൾ പുഷ്പൻ പറയുന്നു, എന്തായാലും പറയാം, നിങ്ങൾ ഞെട്ടരുത്. ഒന്നും മിണ്ടാതിരുന്നേ, ഞെട്ടിക്കാൻ എന്തായെന്ന് ഹരിയും. മിണ്ടാതിരിക്കെ എന്ന് മുരളിയും പറയുന്നുണ്ട്. വേറൊന്നും അല്ലമ്മേ, അഞ്ജലി ചേച്ചി വലിയേട്ടൻ്റെ പാർട്ട്ണർ ആണല്ലോ. അതെ, ബിസിനസ് പാർട്ട്ണർ എന്ന് മുരളിയും പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അഞ്ജലി ചേച്ചി ഏട്ടത്തിയായിട്ട് വന്നാലും നല്ലതല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ഹരി പറയുന്നു, അതെ, അല്ലല്ല, പക്ഷേ തീരുമാനിച്ചാൽ ഏട്ടത്തിയാണല്ലോ. അങ്ങനെ വന്നാൽ ആരതി ചേച്ചിയും ഏട്ടത്തിയല്ലേ, അങ്ങനെ വിളിച്ച് ശീലിക്കുന്നതല്ലേ നല്ലത്. ഇത് കേട്ട് രുക്മിണി പറയുന്നു, മോൾക്ക് വിരോധം ഇല്ലെങ്കിൽ നീ അങ്ങനെ വിളിച്ചോ. അതിനിടയിൽ കുറച്ച് ചമ്മന്തി വേണോ എന്ന് അച്ചൂട്ടൻ പറയുന്നു. തരാലോ മോനെ എന്ന് പറഞ്ഞ ആരതി അച്ചൂട്ടന് ചമ്മന്തി വിളമ്പി കൊടുക്കുന്നു. മോളെ അല്പം സാമ്പാർ എന്ന് ചന്ദ്രനും പറയുന്നു. അച്ഛന് സാമ്പാർ കൊടുക്കുന്നതിനിടയിൽ മറച്ചിട്ടിരുന്ന ആരതിയുടെ താലി പുറത്ത് വന്നിരിക്കുന്നു. അതിൽ നോക്കി ടെൻഷനോടെ ഇരിക്കുകയാണ് പുഷ്പൻ ചേട്ടൻ. ആരും കാണാതെ പുഷ്പൻ ചേട്ടൻ ഹരിയെ കണ്ണ് കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കുന്നു. എന്നാൽ ഹരിക്ക് മനസ്സിലായില്ല എന്തിനാ വലിച്ചു വാരി കഴിക്കുന്നത്, പയ്യെ കഴിച്ചാൽ മതി എന്ന് ഹരി പറയുന്നു. വീണ്ടും അങ്ങോട്ടേക്ക് പുഷ്പൻ ചേട്ടൻ കണ്ണ് കാണിച്ചപ്പോൾ ഹരിക്ക് കാര്യം മനസ്സിലായി. ആ താലി കാണുന്നു. പെട്ടെന്ന് ഹരി അയ്യോ എന്ന് ഒരു ഞെട്ടലോടെ വിളിക്കുന്നുണ്ട്. എന്താടാ എന്ന് ചന്ദ്രൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചുമയ്ക്കുകയാണ് ഹരി. ആക്രാന്തം പിടിച്ചു കഴിച്ചതാ, വെള്ളം കുടിക്കേ എന്ന് മുരളിയും പറയുന്നു. അതല്ല, അങ്ങോട്ട് നോക്ക് താലി എന്ന് ഹരി പതിയെ പറയുന്നുണ്ട് മുരളിയോട്. മുരളിയും നോക്കിയപ്പോൾ അത് കാണുന്നു. ആരെയും അത് കാണുന്നു. എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. ചന്ദ്രനും രുക്മിണിയും മാത്രം കണ്ടില്ല. പെട്ടെന്ന് വന്ന മുരളി ആരതിയുടെ ദേഹത്ത് കിടന്ന ഷാൾ എടുത്തിട്ട് അത് കുറച്ചുകൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. അതാകുമ്പോൾ താലി മറഞ്ഞു കിടക്കുകയും ചെയ്യുന്നുണ്ട്.
ആ ഷാൾ എടുത്തപ്പോൾ എല്ലാവരും മുരളിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ചന്ദ്രനും രുക്മിണിയും ആരതിയും ഉൾപ്പെടെ. ആരതി ദേഷ്യത്തോടെയാണ് നോക്കിയത്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് മുരളി. അപ്പോൾ ആരതിക്ക് കാര്യം മനസ്സിലായി. ബാക്കിയുള്ള എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുന്നു. ഡാ മുരളി, നീ എന്താണ് കാണിച്ചത്? ഡാ ചോദിച്ചത് കേട്ടില്ലേ എന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, അച്ഛാ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഈ കുട്ടിയുടെ ഷോള് ആഹാരത്തിൽ കിടന്ന് വലിയുകയായിരുന്നു. അതെടുത്ത് നേരെ ഇട്ടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ലേ എന്നും പറയുന്നു. അല്ലേ പുഷ്പൻ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ അതെ അതെ എന്നൊക്കെ പുഷ്പൻ ചേട്ടനും പറയുന്നു. ഇവൻ്റെ ഒരു കാര്യം നിങ്ങളെയൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളായിട്ട് തന്നെയാണ് ഇവൻ കാണുന്നതെന്ന് രുക്മിണി. അതാ സ്വാതന്ത്ര്യം എടുക്കുന്നത് തെറ്റായെന്ന് കാണല്ലേ മോളെ എന്ന് രുക്മിണി പറയുന്നു. ഏയ് എന്ന് പറഞ്ഞിട്ട് മുരളിയെ നോക്കി ഇരിക്കുകയാണ് ആരതി. മുരളി പുഞ്ചിരിയോടെ അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു. ഇതുവരെ രാധയും കൃഷ്ണനും ഒരു കരയ്ക്ക് അടുത്തിട്ടില്ല. ഒരു സ്ഥലത്ത് പോകുന്നു. ഒരു ആൽമര ചുവട്ടിലാണ്. അവിടെ ഒരു തീപ്പന്തം കത്തിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഒരു ചുമന്ന കൊടിയും കെട്ടിയിരിക്കുന്നു. വയ്യ പ്രസാദേട്ട, ഇനി എനിക്ക് ഓടാൻ വയ്യ എന്നൊക്കെ രാധ പറയുന്നു. നേരത്തെ ആ കത്തി പിടിച്ചതിൽ രാധയുടെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിരിക്കുന്നുണ്ട്. ആ കൈ ഇപ്പം നന്നായിട്ട് വേദന എടുക്കുന്നു. വേദനയുണ്ടോ എന്ന് ചോദിച്ച് കൃഷ്ണൻ തൻ്റെ മുണ്ടിൻ്റെ താഴ്ഭാഗത്തു നിന്നും കുറച്ച് കീറി കെട്ടിക്കൊടുക്കുകയാണ് ആ കയ്യിൽ. സാരമില്ല, രക്തോട്ടം നിന്നോളൂ എന്ന് കൃഷ്ണൻ. നമ്മൾ മരിച്ചു പോവുമോ പ്രസാദേട്ട എന്ന് രാധ ചോദിക്കുന്നു. എന്തിനാ ഇപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, എനിക്കിപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഒന്നുകിൽ ശത്രുക്കളുടെ കൈകൊണ്ട്, അല്ലെങ്കിൽ ഈ കാട്ടിൽ ദിക്കറിയാതെ ദിശ അറിയാതെ പട്ടിണി കിടന്ന് ചാകും. ഒന്നുമില്ലടോ, നമ്മൾ അവരോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ള നമ്മളെ ഈശ്വരൻ കൈവിടില്ല എന്ന് തന്നെ വിചാരിക്കാം. രാധ പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തില്ലേ? ഒന്നും പ്രസാദേട്ടനോട് തുറന്നു പറഞ്ഞില്ല എന്ന തെറ്റ് മനഃപൂർവ്വം തന്നെയാണ് പറയാത്തത്. അത് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ് പ്രസാദേട്ടനെ. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ കാരണം പ്രസാദേട്ടനൊന്നും സംഭവിക്കരുതെന്ന്. നമ്മൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും സമാധാനം കിട്ടോ? ഇല്ല, അതാണ് കാര്യം എന്നൊക്കെ രാധ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? താൻ കുറച്ചു നേരം റിലാക്സ് ചെയ്യ്, സാരമില്ല. രാധ പറയുന്നു, ഞാൻ മരിച്ചാലും എന്നോട് പ്രസാദേട്ടന് ദേഷ്യമൊന്നും തോന്നരുത്. മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കൂടെ കൂടിയതല്ല, നിവർത്തികേട് കൊണ്ടാണ്. ആരുമില്ലാത്ത 3 കുട്ടികൾക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് കാരണം എന്ന് പറഞ്ഞ് സോറി ചോദിക്കുകയാണ് രാധാകൃഷ്ണനോട്. അതും കൈ കൂപ്പിക്കൊണ്ട് ആ കൈ പിടിച്ച് താഴ്ത്തിയിട്ടിട്ട് സ്നേഹത്തോടെ കൃഷ്ണൻ പറയുന്നു, തനിക്ക് നല്ല ക്ഷീണമുണ്ട്, കൂടുതൽ സംസാരിക്കേണ്ട, ജസ്റ്റ് റിലാക്സ്. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന ഒരു ആൽമര ചുവട്ടിൽ പോയിരിക്കുന്നുണ്ട്. ക്ഷീണിച്ച് രാധ കൃഷ്ണന്റെ തോളിൽ തലചായ്ച്ചു വെക്കുന്നു. ഈ സമയം അച്ചൂട്ടനാണെങ്കിൽ അമ്മയെ കാണാത്തതിന്റെ വിഷമത്തിലും. മോൻ ഇതുവരെ ഉറങ്ങിയില്ലേന്ന് രുക്മിണി ചോദിക്കുന്നുണ്ട്. ഒരു കഥ പറ മുത്തശ്ശി. കഥ കേട്ടാലേ എനിക്ക് ഉറക്കം വരുമെന്ന് അച്ചു. അയ്യോടാ, എനിക്ക് ഈ കഥകളൊന്നും അറിയില്ലല്ലോ പൊന്നുമോനെ എന്നെ രുക്മിണി പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു, അത് വെറുതെ, മുത്തശ്ശിമാർക്കൊക്കെ ഒരുപാട് കഥകൾ അറിയാമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞാല്? ശരി, അറിയാവുന്ന പോലെ ഒരു കഥ പറയാം, വേഗം ഉറങ്ങിക്കോണം. ഒടുക്കാൻ കഥ തീർന്നു പോയി എന്ന് പരാതി പറയരുതെന്ന് രുക്മിണി. ഇല്ല, മുത്തശ്ശി പറഞ്ഞോ, കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രുക്മിണിയുടെ മടിയിൽ തലചായ്ച്ച് കിടക്കുകയാണ് അച്ചൂട്ടൻ. അങ്ങനെ ആ കഥയാണ് രുക്മിണി പറയുന്നത്. പണ്ട് നമ്മുടെ ഈ ദേശത്ത് നാട് ഭരിച്ചിരുന്ന ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആയോധന കലകളിലും അഭ്യാസങ്ങളിലും മികവ് തെളിയിച്ച ഒരു രാജകുമാരി. ഇത് കേട്ട് അച്ചൂട്ടൻ പറയുന്നു, ആ രാജകുമാരിയെ ഒരു രാജകുമാരൻ കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. അതാണോ കഥ? ഇത് ഞാൻ മുന്നേ കേട്ടിട്ടുള്ളതാണല്ലോ. രുക്മിണി പറയുന്നു, ആണോ? എന്നാലേ അങ്ങനെ തന്നെയാണ് ഈ കഥ. പക്ഷെ അതോടെ കഥ തീരുകയല്ല, തുടങ്ങുകയാണെന്ന് മാത്രം. ആ രാജകുമാരൻ സുന്ദരനായിരുന്നു. ഒടുവിൽ ആ സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞു. രാജകുമാരി ഗർഭിണിയാണെന്ന് കൊട്ടാരത്തിൽ എന്നും സന്തോഷം അലയടിച്ചു. പ്രജകൾ വരാനിരിക്കുന്ന കുഞ്ഞു രാജകുമാരനെ കാത്തിരുന്നു. പക്ഷേ അത് കേട്ട് അച്ചൂട്ടൻ ചോദിക്കുന്നു, എന്താ കുഞ്ഞു രാജകുമാരൻ വന്നില്ലേ എന്ന്. അത് കേട്ട് രുക്മിണി പറയുന്നു, വന്നു, ആ രാജകുമാരൻ വന്നു, എല്ലാവരെയും സന്തോഷത്തിലാക്കി. കുഞ്ഞു രാജകുമാരൻ ജനിച്ചു. പക്ഷേ അതോടെ രാജകുമാരന്റെ മട്ട് മാറി. അധികാരത്തിനും സമ്പത്തിനും വേണ്ടി രാജകുമാരൻ കുമാരിയെ ചതിച്ച് കൊലപ്പെടുത്തി. അയ്യോ കഷ്ടം, അമ്മ രാജകുമാരി മരിച്ചു പോയാൽ കുഞ്ഞു രാജകുമാരൻ എന്ത് ചെയ്യുമെന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ രുക്മിണി പറയുന്നു, കുമാരന് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ കൊട്ടാരത്തിലുള്ളവർ ശ്രദ്ധിച്ചു. അവർ അവനെ ദൂരെ ഒരു കാട്ടിൽ പാർപ്പിച്ചു. താൻ രാജകുമാരിയുടെ സ്വന്തം മകനാണെന്നറിയാതെ, അവിടുത്തെ രാജകുമാരനാണെന്നറിയാതെ ഒരു പാവപ്പെട്ട കുട്ടിയായി ആ രാജകുമാരൻ വളർന്നു. അത്ര തന്നെ. താനാണ് ഈ രാജകുമാരൻ എന്ന് അച്ചൂട്ടൻ ഇപ്പോഴും അറിയില്ല. ആ ചതിയൻ രാജകുമാരനോ എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ രുക്മിണി പറയുന്നു, അയാളിപ്പോ രാജാവാണ്. തൻ്റെ മകൻ കുമാരൻ എവിടെയാണെന്ന് അയാൾക്കറിയില്ല. പ്രജകളുടെ ആഗ്രഹം ആ കുമാരൻ തിരിച്ചു വരണം എന്ന് തന്നെയാണ്. എന്നിട്ട് ആ ദുഷ്ടനായ രാജാവിനെ കൊന്ന് അധികാരം നേടണം എന്നാണ്. അതൊക്കെ നടക്കൂ എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ
രുക്മിണി പറയുന്നു, അച്ചൂട്ടൻ്റെ ആഗ്രഹം എന്താണെന്ന് നടക്കണോ നടക്കണ്ടയോ? നടക്കണമെന്നാണ്. കുമാരൻ തിരിച്ചു വരണം, രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. ഇത് കേട്ട് രുക്മിണി പറയുന്നുണ്ട്, രാജാവ് കുമാരൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം മറക്കരുതെന്ന്. പിന്നെയും അച്ചൂട്ടൻ പറയുന്നു, അമ്മ രാജകുമാരിയെ കൊന്നതല്ലേ, ആ ദുഷ്ടൻ അച്ഛൻ ആവണ്ട. മാത്രമല്ല കുമാരൻ തന്നെ വേണം ആ ദുഷ്ടനെ കൊല്ലാൻ. എന്നിട്ട് വേണം എനിക്ക് കൈയടിക്കാൻ. ദാ ഇങ്ങനെയെന്ന് അച്ചൂട്ടൻ പറയുന്നുണ്ട്. താനാണ് ആ രാജകുമാരനെന്നും മേഘനാഥനാണ് തൻ്റെ അച്ഛനെന്നും സുഭദ്രയാണ് തൻ്റെ അമ്മയെന്നും ഇപ്പോഴും അച്ചൂട്ടൻ അറിയില്ല. ശേഷം കാണിക്കുന്നത് മേഘനാഥൻ്റെ വീട്ടിൽ. മേഘനാഥന് നടക്കുന്നത് തന്നെ സ്റ്റിക്ക് ഉപയോഗിച്ചാണ്. ഹൈദരലിയാണ് മേഘനാഥനെ വിളിക്കുന്നത്. മേഘനാഥൻ പറയുന്നു, മിസ്റ്റർ DYSP മുകുന്ദനണി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ പുലികളാണെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പൂച്ചകളെക്കാൾ 3-4 രോമം അധികം മുളച്ചതുകൊണ്ട് പുലികളാവില്ല എന്ന്. മിസ്റ്റർ മേഘൻ, നിങ്ങൾ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാതെയാണ് സംസാരിക്കുന്നത് എന്നെ ഹൈദരലി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, എന്ത് സിറ്റുവേഷനാണോ ഇത്ര അറിയാനും മാത്രമുള്ളത്? രാധയെ നിനക്ക് കൺമുന്നിൽ കിട്ടിയതല്ലേ ഒരു പെണ്ണ്. അതുപോലെ ഒരു കാട്ടിൽ ട്രാപ്പിൽ പെട്ടതുപോലെ കിട്ടിയിട്ട് ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇനി എങ്ങനെ കിട്ടും നിനക്കൊക്കെ രാധയെ എൻ്റെ മുന്നിൽ എത്തിക്കാൻ? ആരെങ്കിലും ബോധം കെടുത്തി കൈയും കാലും കയറി കെട്ടി തരണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടായി ചോദിക്കുന്നത്. ഹൈദരലി പറയുന്നു, പരിഹാസം മനസ്സിലായി, അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, അവൾ തനിച്ചായിരുന്നില്ല. എന്തിനു പോന്ന പടയാളിയെ പോലെ ഒരുത്തൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നേർക്ക് നേരെ ഞാൻ തോക്കെടുത്ത് ചൂണ്ടിയതാണ്. എൻ്റെ കയ്യിൽ നിന്നും അവൻ അവളെ രക്ഷിച്ചുകൊണ്ട് പോയി. ഒരു ചാവേറിൻ്റെ ആത്മധൈര്യവും യുദ്ധസന്നദ്ധതയും അവർക്കുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായ ഭാവം. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, എനിക്കറിയാം അവനെ, സകല അഭ്യാസങ്ങളും ചുവടുകളും പഠിച്ചവനാണ് അവൻ. പക്ഷേ നിങ്ങൾ 4 പേരില്ലായിരുന്നു അവൻ അവിടെ, ഒന്നിന് പകരം 4 പേര്. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ എന്തിനാണ് വിലക്കെടുത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അവൾ തനിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ 4 പേർ ധാരാളമായിരുന്നു. അവൻ സാധാരണക്കാരനായിരുന്നെങ്കിലും ഞങ്ങൾ ഇത്രയും പേർ തന്നെ ധാരാളം. പക്ഷേ കണക്കുകൂട്ടൽ മുഴുവനും തെറ്റിച്ചത് ആ റസ്കലാണ്. ഞങ്ങളിൽ ഒരാൾ വീണുപോയി, അതറിയാമോ എന്നും ഹൈദരലി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു ഹൈദരലി ഹുസൈൻ? പറഞ്ഞ പണം ബാർഗെയിനിങ് പോലും ഇല്ലാതെ സമ്മതിച്ചത് ഓട്ടുവക്കത്ത് പോയിരുന്ന് ചൂണ്ടയിട്ട് വരാലിനെ പിടിക്കാനല്ല എന്ന് ചിന്തിക്കണ്ടേ? അതിനുള്ള മിനിമം കോമൺ സെൻസെങ്കിലും വേണ്ടേ ജീവിതത്തിൽ? ഒരിക്കലെങ്കിലും കാക്കിവിട്ട പോലീസുകാരന് ഹൈദരലി പറയുന്നു, ഞാൻ ഏറ്റുപോയതാണ് ഈ ദൗത്യം. അതിന് വന്ന മുഴുവൻ പാളിച്ചകളും ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് വേണ്ടത് വാക്കുകളല്ല, പ്രവൃത്തിയാണ്, അതിനാണ് വില എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഹൈദരലി പറയുന്നു, ഹൈദരലിയുടെ വാക്കുകൾക്കും വിലയുണ്ട് മേഘനാഥൻ. ഇന്ന് രാത്രി പുലരും മുമ്പ് ഈ കാട് മുഴുവനും അരിച്ചു പറക്കേണ്ടി വന്നാലും അവളെ ഞാൻ പൊക്കിയിരിക്കും. നിങ്ങളുടെ കാൽ ചുവട്ടിൽ കൊണ്ട് വെച്ചിരിക്കും ഞാൻ. ശരി, കാത്തിരിക്കാൻ ഞാൻ ഈ രാത്രി പുലരും വരെ. കാരണം ഹൈദരലി ഹുസൈൻ എന്ന നൊട്ടോറിയസ് പോലീസുകാരനെ എനിക്കിപ്പോഴും വിശ്വാസമാണെന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാൻ മറന്നു. രാധയെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അവളെ മാത്രമേ എനിക്ക് ജീവനോട് കിട്ടണമെന്ന് വാശിയുള്ളൂ. മറ്റവനെ എനിക്ക് വേണ്ട. അവൻ ചത്താലും ജീവിച്ചാലും നടുത്തളർന്ന് കിടന്നാലും ഈ മേഘനാഥനൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ ഹൈദരലി? ഹൈദരലി പറയുന്നു, മനസ്സിലായി. അവനെ ഈ കാടിൻ്റെ ഏതെങ്കിലും തെരുവിൽ കുഴിയെടുത്ത് മൂടിയിട്ടേ ഞങ്ങൾ തിരിച്ചു വരൂ. സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നു, വെരി ഗുഡ്, ക്യാരി ഓൺ. ശേഷം ഹൈദരലി ആ കൂടെ വന്നവരോട് പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടല്ലോ, ഞാനല്ല നമ്മളാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. നാളെ സൂര്യോദയം അവൻ കാണരുത്. വാ, എല്ലായിടവും കണ്ണു നനച്ചെത്തണം. ഒളിക്കാൻ ഒരു ഇലയുടെ മറവ് പോലും കിട്ടരുത് അവർക്ക്. ഈ സമയം മേഘനാഥനോട് മനുഷ്യൻ പറയുന്നു, അല്ല സാർ, ഇത്രയൊക്കെ കേട്ടപ്പോഴേ ഞാൻ ആലോചിക്കായിരുന്നു, ആ കൂട്ടത്തിൽ ഒരുത്തനില്ലേ രാധയ്ക്ക് സംരക്ഷകനായിട്ട്? അവനിനി രാധയുടെ ഭർത്താവങ്ങാണോ ആണോ? അല്ല, രാവും പകലും എവിടെ പോയാലും ഒരുമിച്ചായോണ്ട് ചോദിച്ചതാണ്. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, ഒരിക്കലുമല്ല, അവളുടെ വിധി എൻ്റെ കൂടെ ജീവിക്കാനാണ്. മറ്റൊരുത്തൻ ഒരിക്കലും അവളുടെ ഭർത്താവാൻ ഞാൻ സമ്മതിക്കില്ല. രാജകുമാരിക്ക് രാജകുമാരൻ മാത്രമേ ഇണങ്ങൂ. അത് നിയോഗമാണ്. അതുകൊണ്ട് തന്നെ അവനെ തീർത്തോളാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത്. അവൻ്റെ ചീത കത്തുമ്പോൾ കോട്ടയ്ക്കൽ മേഘനാഥൻ തൃപ്പങ്ങോട്ട് രാധയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും മണിച്ച്, അതോർത്തിരുന്നോ എന്ന് പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുകയാണ് മേഘനാഥൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.